ഗൈസ് ഇന്നാണെങ്കിൽ ഷോപ്പിൽ പോകാൻ കുറച്ച് ലേറ്റ് ഒക്കെ ആയിരുന്നു. സമയമാണെങ്കിൽ ഇപ്പൊ 10 മണിയൊക്കെ ആയിരുന്നു. അങ്ങനെ കുളിയും കാരെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ താഴോട്ടാണ്. നേരെ ഷോപ്പിലേക്ക് പോയതിന് ശേഷമാണ് ബാക്കിയുള്ള പരിപാടി നോക്കാൻ. ഷോപ്പിലെത്തി കഴിഞ്ഞപ്പോൾ കുറച്ച് എക്സ്പയർ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടി നേരെ മിഷീൻ അടുത്താണ് പോയത്. എക്സ്ട്രാ മിൽക്ക് ചായ എടുത്തതിന് ശേഷം രാവിലത്തെ ഫുഡ് കഴിക്കാൻ ബാക്കിലായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരുത്തൻ്റെ ഒക്കെ കേരളത്തിലോ കണ്ടിട്ട് പൈസയും കാര്യങ്ങളൊക്കെ ബാക്കിൽ നിന്ന് എണ്ണുന്നു കണ്ടു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുഡും കാര്യങ്ങളും കഴിച്ച് നേരെ ഷോപ്പിൽ വന്നു വെച്ചു. അപ്പോൾ തന്നെ ഒരു കമ്പനി വന്ന് കുറച്ച് സാധനം കാര്യങ്ങളൊക്കെ കീച്ചതിന് ശേഷം നേരെ കമ്പനിക്കാരെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ ഷോപ്പ് അടിച്ച് നേരെ പള്ളിയിലേക്കാണ്. ഇന്നാണെങ്കിൽ ഒരു വെള്ളിയാഴ്ച ഒരു ദിവസം നേരെ റൂമിലേക്ക് പോയതിന് ശേഷം നേരെ ചങ്ങായിനെ വിളിച്ചിട്ട് വേണം പള്ളിക്ക് പോകാൻ. അങ്ങനെ ഓനും വിളിച്ചതിന് ശേഷം നേരെ ഒതും കാര്യം എടുത്ത് നേരെ പള്ളിയിലേക്കാണ് വിട്ടത്. പള്ളിയിൽ ഏതെങ്കിലും ഒരു തണലുമായിട്ട് ഒന്ന് നിസ്കരിക്കും. കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നതിന് ശേഷം ലാസ്റ്റ് കിട്ടിയത് ഒരു കഫ്തീരിന്റെ സ്ഥലമായിരുന്നു. അവിടുന്ന് ജുമാ നിസ്കാരം കൂടി പാസ്സാക്കിയതിന് ശേഷം നേരെ ഷോപ്പിലേക്ക് തന്നെ വിടാന്ന് വെച്ചു. നേരെ ഷോപ്പിലെത്തി കഴിഞ്ഞപ്പോൾ തന്നെ ഷോപ്പിന്റെ ചാവി എൻഡിലുണ്ടായിക്കൊണ്ട് ഷോപ്പ് ഞാനാണ് തുറക്കേണ്ടത്. അങ്ങനെ ഷോപ്പും തുറന്നതിന് ശേഷം നേരെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഉടോപ്പിത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഇടാന്ന് വെച്ചു. അതിലും കഴിഞ്ഞതിന് ശേഷം വാട്സാപ്പിൽ വന്ന മെസ്സേജിനുള്ള റീപ്ലൈ കൊടുത്ത് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ ബാക്കിലേക്ക് ആയിരുന്നു പോയിരുന്നത്. ഇന്നാണെങ്കിൽ ചിക്കൻ ബിരിയാണിയും ഡീയും കച്ചമ്പറും കൂട്ടി ഒരു പുടുത്തം പിടിക്കാന്ന്. അങ്ങനെ നല്ല വിശപ്പുണ്ടായിക്കൊണ്ട് നേരെ പോയിട്ട് ഒന്ന് ഫുഡ് കഴിക്കാന്ന് വെച്ചു. അങ്ങനെ ഫുഡും കാര്യങ്ങളും കഴിച്ചതിന് ശേഷം ബാക്കി നാളെ